വയനാട് പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയിരുന്നു. വയനാട് പുൽപ്പള്ളിയിലെ നരഭോജി കടുവ കർണാടക ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതാണോ എന്നതിൽ കൂടുതൽ പരിശോധന വേണമെന്നൊരു പ്രതികരണം വനമന്ത്രി എ കെ ശശീന്ദ്രനിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഇന്നലെ വൈകിട്ട് കണ്ട കടുവ നിരീക്ഷണ പരിധിയിലാണ്. സംസ്ഥാനത്ത് വനംവകുപ്പ് RRT അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അല്ല, അതങ്ങനെയൊരു അഭ്യൂഹം വയനാട് മേഖലയിലാകെ പരന്നിട്ടുണ്ട്. പക്ഷേ അതിൽ വസ്തുതയുണ്ടോ എന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരിശോധിക്കുന്നതാണ് നന്നായിരിക്കുക എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, ഇപ്പോൾ പുതുതായിട്ട് കണ്ടു എന്ന് പറയുന്നത് ആദ്യം കണ്ടത് കാട് കയറിപ്പോയി എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നാലും നിരീക്ഷണം നമ്മൾ ദുർബലമാക്കുന്നില്ല. ഇന്നലെ മറ്റൊരു സ്ഥലത്ത് പാടുകൾ കണ്ടു എന്നോ അങ്ങനെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അവിടെ കൂട് വെക്കേണ്ടി വന്നാൽ കൂട് വെക്കാനും മയക്കുവെടി വെക്കേണ്ടി വന്നാൽ വെക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോഴ്സിൻ്റെ ശക്തി ഒന്നും കൂടി, കാരണം അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. RRTയുടെ എണ്ണം കുറച്ചും കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്.